നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ സുജു ടി ബാബു ഉണ്ട്. ലൈംഗിക പീഡന ആരോപണം ഉയർന്നു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം നടത്തിയ പ്രതികരണം എന്തായിരുന്നു? അതായത് തടി തപ്പാനുള്ള ഒരു പ്രതികരണമായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. സർക്കാരിനെതിരെയുള്ള വാർത്തകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ആരോപണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, തനിക്കെതിരെ ഒരാൾ പോലും പരാതി പറഞ്ഞില്ല എന്ന പ്രതിരോധവും രാഹുൽ ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഓഗസ്റ്റ് 21-ന് അടൂരിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയ ആ പ്രതികരണം നമുക്ക് ആദ്യം നോക്കാം. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് പൊതുവിടത്തിൽ, സൈബറിടത്തിൽ, മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് ഈ നിമിഷം വരെ എന്നെപ്പറ്റി ഒരു പരാതി ഒരാൾ ഉന്നയിക്കുക പോലും ചെയ്യാതെ, എൻ്റെ പേര് പറഞ്ഞൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വാർത്ത വന്നിട്ട് സർക്കാരിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അടിസ്ഥാനപരമായൊരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പദവി ഇന്നിപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണോ, ഇന്നലെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, മെനങ്ങാന്ന് NSU സെക്രട്ടറി ആയിരുന്നു, ASU ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഈ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് തുടങ്ങിയ ആളാണ് ഞാൻ. അതൊന്നുമല്ല എൻ്റെ പദവി. എൻ്റെ പദവി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതാണ് എൻ്റെ പദവി. ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ആരെങ്കിലും ഏൽപ്പിക്കാൻ അനുവദിക്കാത്ത ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ ആ പ്രതിനിധിയായിട്ടാണ് തുടങ്ങുന്നത്. ആ പ്രതിനിധിയാണ് ഇപ്പോഴും എൻ്റെ പാർട്ടിക്കെതിരായിട്ട് ആരുടെയെങ്കിലും ഒരു കടന്നാക്രമണം ഉണ്ടായാൽ അതിനെ അതിശക്തമായി ചെറുത്ത് സംസാരിക്കാനായിട്ട് മുന്നിൽ വരുന്ന ഒരാളാണ് ഞാനതിനകത്ത് ഒരു ബാലൻസും ചെയ്യാറില്ല. ഒരു ബാലൻസും ഇന്നത്തെ ദിവസം വരെ ചെയ്യാറില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ബാലൻസ് ചെയ്യാറില്ല. ഏതെങ്കിലും മാധ്യമ സ്ഥാപനം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ആ മാധ്യമ സ്ഥാപനത്തോടും ഞാൻ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല. അതിൻ്റെ പേരിൽ എനിക്ക് ആവുന്നത്ര ശത്രുക്കളൊക്കെ ഉണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല. അടിസ്ഥാനപരമായി എന്നെ ഇതൊക്കെ ആക്കുന്ന എൻ്റെ പാർട്ടിയാണ്. ആ ബോധ്യം എനിക്കുണ്ട്. യെസ്, ഞാൻ സുജു ടി ബാബുവിലേക്ക് പോകുന്നു. സുജു ഇപ്പോൾ അടൂരിലാണ് ഉള്ളത്. യെസ്, സുജു അടൂരിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്നറിയില്ല. അടൂരിലെ വീട്ടിലുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജു, അതായത് നമ്മൾ 2025 ഓഗസ്റ്റ് 21-ന് രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളിപ്പോൾ പ്ലേ ചെയ്യുകയായിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടി. അതിൽ എത്ര കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്? ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ്. എൻ്റെ പാർട്ടിക്ക് മേൽ ആരെങ്കിലും പ്രതിരോധം തീർക്കുകയാണെങ്കിൽ ഞാൻ നോക്കി നിൽക്കില്ല എന്നൊക്കെ രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. പരാതിയുള്ളവർ പരാതി പറയട്ടെ എന്നും പറയുന്നുണ്ട്. ഏതായാലും പരാതി പറയില്ല, അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളും രംഗത്ത് വരില്ല എന്നൊക്കെ വിശ്വസിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി രാഹുൽ സംസാരിച്ചത്. പക്ഷേ അതെല്ലാം ഉടഞ്ഞു വീഴുകയാണ് കഴിഞ്ഞ ദിവസം 4:30 സുജു. ഭദ്ര, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂരിലെ വസതിയിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ, ഈ വിവാദമുണ്ടാകുന്ന ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് ഒരു മാധ്യമ പ്രവർത്തക ഈ വിഷയത്തിൽ പരാതി അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 21-ന് പ്രതികരണം നടത്തുകയും അന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ രാജിവെക്കുന്നതും ആ ദിവസമാണ്. അന്ന് ആത്മവിശ്വാസം നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. അതിൽ പ്രധാനമായി 2 കാര്യങ്ങളാണ് രാഹുൽ പറയുന്നത്. ഒന്ന്, സർക്കാരിനെതിരായുള്ള വാർത്തയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് തനിക്കെതിരെയുള്ള ആരോപണം എന്ന രീതിയിൽ രാഹുൽ പ്രതികരിക്കുന്നു. മറ്റൊന്ന്, തനിക്കെതിരെ ഒരു യുവതി പോലും പ്രതികരണം നടത്തിയിട്ടില്ല, തനിക്കെതിരെ ഒരു പരാതി നൽകിയിട്ടില്ലെന്നും രാഹുൽ അവകാശപ്പെടുന്നു. ഇപ്പോൾ രാഹുലിൻ്റെ ആ കോൺഫിഡൻസിന് അടിസ്ഥാനമില്ല. കാരണം അതിനുശേഷം ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ തന്നെ സംഭവങ്ങൾ മാറിമറിയുന്നുണ്ട്. അതിനുശേഷം ധാരാളം തെളിവുകൾ പുറത്തു വന്നു. രാഹുൽ 21-ന് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ തന്നെ രാഹുലിൻ്റെ ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ശബ്ദ സന്ദേശങ്ങൾ 21-ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അതിനോട് രാഹുൽ പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് നിരവധി ഓഡിയോ സംഭാഷണങ്ങളും അതുപോലെ ചാറ്റുകളൊക്കെ പുറത്തു വന്നു. ആ ഘട്ടത്തിലൊക്കെ പ്രതിരോധം ഉയർത്താൻ ശ്രമിച്ചത് തനിക്കെതിരെ ഒരാൾ പോലും പരാതി നൽകിയില്ല. മറ്റൊന്ന്, രാഹുൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് താൻ രാജ്യത്തെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഇപ്പോൾ പോലീസ് FIR ഇടുമ്പോൾ കൃത്യമാണ് അതിൽ 2 കുറ്റങ്ങൾ കൃത്യമായി പറഞ്ഞു. ഒന്ന്, നിർബന്ധിത ഗർഭചിത്രവും വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന്. അങ്ങനെയെങ്കിൽ രാഹുലിന് ഇനി എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? കാരണം 2 കാര്യവും യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ നിയമത്തിനെതിരായ കാര്യങ്ങൾ രാഹുൽ ചെയ്തു എന്ന കാര്യത്തിൽ ആണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇന്നലെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം പോലീസ് വിശദമായി മൊഴിയെടുത്ത് രേഖപ്പെടുത്തി 5 മണിക്കൂർ നീണ്ടിരുന്ന മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് രാഹുൽ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങൾ FIR ഉൾപ്പെടുത്തുന്നത്.
എത്തുന്നത്. രാഹുലിൻ്റെ അനുകൂലികൾ നേരത്തെ ആദ്യം ഓഗസ്റ്റിൽ ഈ വിവാദമുണ്ടാകുമ്പോൾ വീട്ടിലേക്ക് എത്തുകയും രാഹുലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതും കാണാമായിരുന്നു. രാഹുലിൻ്റെ വീട്ടിലേക്ക് ധാരാളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ രാവിലെ തന്നെ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലൊരു അവസ്ഥയല്ല. രാഹുലിൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ അനുകൂലികളോ ഒന്നും തന്നെ വരുന്നില്ല. പ്രതിരോധത്തിലാണ്, തീർത്തും രാഹുൽ മൗനത്തിലുമാണ്. രാഹുൽ എവിടെയെന്ന ചോദ്യമാണ് പാലക്കാടിൽ നിന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അടൂരിലെ നെല്ലിമുകളുടെ വീട്ടിലും രാഹുൽ മാക്കൂട്ടത്തിലില്ല. രാഹുൽ ഒളിവിലാണോ എന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായി വരുന്നത്. എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിൽ ഉയർത്തിയ പ്രതിരോധ കോട്ടയൊക്കെ തന്നെ തകർന്നു വീഴുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ നെല്ലിമുകളുടെ വീട്ടിൽ വെച്ചാണ് രാഹുൽ എന്ന രാജ്യപ്രഖ്യാപനം നടത്തുന്നത്. ആ സമയത്തൊക്കെ വലിയ ആത്മവിശ്വാസത്തോടെ തനിക്ക് ഒരു പരാതിയില്ല, ഈ വിഷയങ്ങളൊക്കെ സർക്കാരിനെതിരായ വാർത്ത ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തുന്ന മട്ടിലാണ് രാഹുൽ പ്രതികരിച്ചത്. അതുപോലെ തന്നെയാണ് രാഹുൽ താൻ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമൊക്കെ രാഹുൽ ഉയർത്തിയത്. എന്തായാലും അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാഹുൽ വരും ദിവസങ്ങളിൽ അന്ന് ആദ്യം ഈ വിവാദമുണ്ടാകുമ്പോൾ വീട്ടിലേക്ക് തന്നെയാണ് രാഹുൽ എത്തിയത്. എന്നാൽ ഈ രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ പോയി മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് കേസെടുക്കുമ്പോൾ വീട്ടിലേക്ക് പോലും രാഹുലിനെ എത്താനാവാത്ത സാഹചര്യമാണ് ഭദ്ര ഉള്ളത്. സുജു, ഞാനിപ്പോൾ സുജു സംസാരിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞയിടയ്ക്ക് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഗർഭചിത്രത്തിന്റെ ആരോപണമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ സുജു തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. അതായത് പത്തനംതിട്ടയിൽ അടൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് വരുന്നു. നേതാക്കളുമായി ചർച്ച നടത്താനുമൊക്കെ ആയിരിക്കും. പക്ഷേ പകുതി വഴിയിൽ വെച്ച് രാഹുൽ തിരിച്ചു പോകുന്നു. അതിനുശേഷം കോൺഗ്രസിനകത്ത് നിന്ന് ഒരാളുടെയും മറുപടിയില്ല, പ്രതികരണങ്ങൾ വരുന്നില്ല. അതായത് വലിയ രീതിയിൽ എന്തോ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറച്ചു വെക്കുന്നു എന്നുള്ളത് കേരളം സംശയിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോയാലും കേരള പോലീസാണ് അധികം വൈകാതെ തന്നെ രാഹുലിനെ പൊക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നേതാക്കൾക്ക് ഒരു സംരക്ഷണവും ഒരുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ആ ഭയമൊക്കെ നേതാക്കൾക്ക് ഉണ്ടാകും. നമ്മുടെ പ്രേക്ഷകരടക്കം പറയുന്നുണ്ട് ആ കാര്യം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഇനി മറ്റു നേതാക്കൾക്ക് വിനയാകുന്ന തരത്തിൽ എന്തെങ്കിലും ബോംബ് രാഹുലിൻ്റെ കയ്യിലുണ്ടോ എന്നൊരു സംശയമൊക്കെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. പക്ഷേ രാഹുൽ ഇത്തരത്തിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ അത് മറ്റു നേതാക്കൾക്ക് പോലും ഒരു ഭീഷണിയാകും. തീർച്ചയായിട്ടും ഭദ്ര, ആ ഘട്ടത്തിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ഏതാണ്ട് ഉറപ്പിക്കുന്നൊരു ഘട്ടമുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് മാത്രമല്ല തലയിൽ മുണ്ടിട്ട് കിടക്കേണ്ട അവസ്ഥയുണ്ടാകുക, തനിക്കെതിരെ നടപടി ശക്തമാക്കിയാൽ മറ്റു പലർക്കും ഇതേ സമാന അനുഭവം ഉണ്ടാകും എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തിയായും ചില വാർത്തകൾ ആ ഘട്ടത്തിൽ വന്നിരുന്നു. ഒരു പക്ഷേ അത്തരം വാർത്തകൾ ആകാൻ സാധ്യതയുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് രാഹുൽ ഷാഫി കൂട്ടുകെട്ടിൽ പല നേതാക്കളും വെട്ടിലാകുമോ എന്ന സംശയമുണ്ട്. ഏതായാലും കോൺഗ്രസിലെ രാഷ്ട്രീയം രാഹുലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന തരത്തിലാണ് KPCC പ്രസിഡന്റും മറ്റ് നേതാക്കളെല്ലാം എടുത്ത നിലപാടുകൾ. അതിൽ പരസ്യമായി തന്നെ അങ്ങനെയായിരുന്നു. കാരണം രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയോ പേരിന് മാത്രമായിരുന്നു. ഈ VD സതീശൻ, പ്രധാനമായി VD സതീശനും രാഹുലിനെ ഇതുവരെയും പരസ്യമായി തള്ളിപ്പറയാൻ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. VD സതീശൻ രാഹുലിന് എതിരാണെന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകുമ്പോഴും പരസ്യമായി VD സതീശൻ എവിടെയാണ് രാഹുലിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, VD സതീശൻ എങ്ങനെയാണ് രാഹുലിനെതിരെ നിലപാട് സ്വീകരിച്ചെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതിനെ VD സതീശൻ തടയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ VD സതീശൻ പരസ്യമായി വിമർശിക്കുന്നില്ല. ആ VD സതീശൻ്റെ ചരിത്രം തന്നെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളിൽ പരസ്യമായി പലതവണ വിമർശനം നടത്തിയാണ് സതീശൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അല്ലെങ്കിൽ ശ്രദ്ധേയനാകുന്നത്. അങ്ങനെ ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ പോലും പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്കറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സതീശൻ നടത്തിയ പരസ്യ വിമർശനങ്ങളൊക്കെ തന്നെ അത്തരം പാരമ്പര്യമുള്ള VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ, ലൈംഗിക പീഡന ആരോപണം ഒന്നിന് പുറകെ ഒന്നായി വരുമ്പോൾ പോലും ഒരു തരത്തിലും പരസ്യമായി വിമർശിക്കുവാനോ നിലപാട് സ്വീകരിക്കാനോ തയ്യാറിട്ടില്ല. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു പിന്തുണ, അത് മാനസിക പിന്തുണ നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ പിന്തുണയ്ക്ക് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സഖ്യത്തിൽ രാഹുൽ ഷാഫി കൂട്ടുകെട്ട് നടത്തുന്ന ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമാണോ എന്ന സംശയവും ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ആളുകൾ പ്രതിരോധിക്കുക? കാരണം പരാതിയില്ലായിരുന്നു എന്ന ആക്ഷേപമാണ് ഇവർ മുമ്പോട്ട് വെച്ചത്. ഇപ്പോൾ പരാതിക്കാരിയുണ്ട്, പോലീസ് കേസെടുത്തിരിക്കുന്നു, രാഹുൽ നടത്തിയ ക്രിമിനൽ കുറ്റങ്ങൾ FIR-നകത്ത് കൃത്യമായി സൂചിപ്പിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ നേതാക്കൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് അറിയാനുള്ളത്. എന്തായാലും രാഹുലിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് നീങ്ങുമ്പോൾ ഒരുപക്ഷെ ജാമ്യം കിട്ടിയാൽ മാത്രമായിരിക്കും രാഹുൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ രാഹുലിൻ്റെ ഒളിവ് ജീവിതമാണോ, ഇനിയിപ്പോൾ ഒളിവ് ജീവിതം തന്നെയാകാൻ സാധ്യത, അത് തുടരുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്.